ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ ആദരവോടെ നമുക്ക് ഈശോയെ നമ്മുടെ ഇടയിലേക്ക് ഇപ്പോൾ സ്വീകരിക്കാം. മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ. വിളിക്കാൻ നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മെ കേൾക്കും. അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവത്തെ നിലവിളിക്കാനുണ്ട്. നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ, ലോകത്തിൻ്റെ അവസ്ഥകളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നിലവിളിക്കാനുള്ള ഒരു സമയമാണ്. ഒരു വചനം ഈ ആരാധനയിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു വചനമാണ്. നിയമാവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം. ഒരു കാര്യം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നാം ഈ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം, ഒരു സമയത്തല്ല, ഒരു പ്രാവശ്യമല്ല, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. നമ്മുടെ വലിയൊരു അവകാശം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം അങ്ങ് ആകാശത്തിനപ്പുറത്ത് വസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണാതെ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം. കൊളോസസ് 1:27 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുക്രിസ്തു നിന്നിലും എന്നിലും വസിക്കുന്നു. എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും യേശുക്രിസ്തു വസിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ കാണുന്നു ഇമ്മാനുവൽ. എൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മോടുകൂടെ. യേശു മനുഷ്യരൂപം സ്വീകരിച്ച് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ്. അതാണ് യേശുക്രിസ്തു. ഇത് വലിയൊരു ഭാഗ്യമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇത്രയേറെ ദൈവം അടുത്തുള്ള വേറെ ഏത്
ശ്രേഷ്ഠ ജനതയാണുള്ളത്. നമ്മളൊരു ശ്രേഷ്ഠ ജനതയാണെന്നും ഈ ഒരു വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാജകീയ പുരോഹിത വംശമാണ്, വിശുദ്ധ ജനമാണ്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മെക്കുറിച്ച് വചനം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ ദൈവത്തെ നമ്മളൊന്ന് ആരാധിച്ചാൽ, ദൈവത്തെ നമ്മളൊന്ന് സ്തുതിച്ചാൽ, ദൈവത്തെ നമ്മളൊന്ന് വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും. ആ ബോധ്യത്തോടെ നമുക്കിപ്പോൾ ഹൃദയപൂർവ്വം ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ധനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. നിത്യതേജസ്സിൻ ധനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയ അല്പസമയം
നമ്മെ രക്ഷിക്കുന്ന കർത്താവിനെ, സുഖപ്പെടുത്തുന്ന കർത്താവിനെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയമുയർത്തി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഹൃദയമുയർത്തി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വലിയ സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങേ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തോട് കരുണയായിരിക്കണമേ, ഈ ലോകം മുഴുവനോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്വസ്ഥാനങ്ങളിലിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ ലയിക്കുക. ഈശോയുടെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീരെല്ലാം കർത്താവ് കുപ്പിയിൽ ശേഖരിക്കുന്നവനാണ്, തുടച്ചു മാറ്റി ആശ്വാസം പകരുന്നവനാണ്. അബോധ്യത്തോടെ അല്പസമയം ശാന്തമായിട്ട് ഈശോയുടെ മുമ്പിൽ ഇരിക്കാം. കർത്താവെ, എന്നെ അറിയുന്ന, എൻ്റെ അവസ്ഥകൾ അറിയുന്ന എനിക്ക് അവിടുന്ന് എനിക്ക് ആശ്വാസം പകരണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. നിലവിളിക്കുന്നതിലേക്ക് ദൈവം നമുക്ക് നൽകുന്ന ആഹ്വാനം. നിലവിളിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരുപാട് വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 50 15 വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കഷ്ടതയിൽ, ദുരിതത്തിൽ നീ കർത്താവിനോട് നിലവിളിക്കുക, അവിടുന്ന് നിനക്ക് വേണ്ടത് നൽകും, നിനക്ക് ആശ്വാസം നൽകും, നിനക്ക് സൗഖ്യം നൽകും, നിനക്ക് ആവശ്യമായതെല്ലാം നൽകും. അതിനെന്ത് ചെയ്യണം? കർത്താവിനോട് നിലവിളിക്കണം, നിലവിളിച്ചപേക്ഷിക്കണം. അതാണ് 51 സങ്കീർത്തനത്തിൻ്റെ 50 സങ്കീർത്തനത്തിൻ്റെ 15 തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 2 അധ്യായത്തിൻ്റെ 18 മുതൽ വായിച്ചാൽ, സിയോൺ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക, ഉറക്കെ നിലവിളിക്കുക. അതാണ് ദൈവം പറയുക. സിയോൺ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണീരൊഴുകട്ടെ. ഇഷ്ടം പോലെ പാപം ചെയ്തിട്ടും ഇഷ്ടം പോലെ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടും ഒരു തുള്ളി കണ്ണീര് പോലും പൊടിക്കാതിരിക്കുന്നവരുണ്ട്. ഇവിടെ പറയുകയാണ്, രാവും പകലും കണ്ണീർ പ്രവാഹം നിലയ്ക്കാതിരിക്കട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായും ദൈവം നമുക്കായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്ന അനുഭവമുണ്ടാകും. 2 അധ്യായം തന്നെ വിലാപങ്ങൾ 2:19 എടുക്കുകയാണെങ്കിൽ, രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക. ചിലർക്ക് ആ സമയത്ത് ഉറക്കം നിലവിളിക്കാൻ പേടിയാണ്, കാരണം എല്ലാവരും മറ്റുള്ളവരൊക്കെ കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പം അങ്ങനെ ഉറക്കം നിലവിളിച്ച് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? അല്ലെങ്കിൽ അവരുടെ ഉറക്കം നഷ്ടപ്പെടും. കർത്താവ് പറയാണ്, രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ ഉണർന്ന് ഉറക്കം നിലവിളിച്ചപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നൽകുന്ന ഈ സന്ദേശം നിറവേറ്റാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന് കിടന്നുറങ്ങാൻ പറ്റില്ല, ദൈവത്തിന് ഉണർന്ന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നിലവിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ജെറമിയായുടെ പുസ്തകം 14 അധ്യായത്തിൻ്റെ 17 വചനം കൂടി എടുക്കുകയാണെങ്കിൽ, ജെറമിയ 14:17 പറഞ്ഞിരിക്കുന്നത്, കണ്ണീർ പ്രവാഹം നിലയ്ക്കാതിരിക്കട്ടെ എന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് കണ്ണീരോടുകൂടിയുള്ള നമ്മുടെ പ്രാർത്ഥന, വിലാപത്തോടുകൂടിയുള്ള നമ്മുടെ പ്രാർത്ഥന, നിലവിളിയോടുകൂടിയുള്ള നമ്മുടെ പ്രാർത്ഥന. അത് ദൈവം ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യൂദിത്തിൻ്റെ പുസ്തകം 4 അധ്യായത്തിൻ്റെ 9 വചനം എടുത്താൽ, അവര് മരണം മുന്നിൽ കണ്ട ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു.
ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കൂട്ട ഉപവാസം നടത്തി ത്യാഗമെടുത്ത് അവർ പ്രാർത്ഥിച്ചു. അതിൻ്റെ എല്ലാം ഫലം അവിശ്വസനീയമാണ്. അവരെ അത്ഭുതകരമായി ദൈവം രക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. യെശയ്യാ 26 17 വചനമെടുത്താൽ യെശയ്യാ 26:17 പറഞ്ഞിരിക്കുന്നത്, ഗർഭിണി പ്രസവമടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഗർഭിണികൾ കരഞ്ഞിട്ടുള്ള പല ഗർഭിണികളും ഉണ്ടാകാം പ്രസവ സമയത്ത്. ഇനി അവരുടെ കരച്ചിൽ കണ്ട് കരഞ്ഞിട്ടുള്ള മറ്റു വ്യക്തികളും ഉണ്ടാകാം. ഗർഭിണികൾ പ്രസവ സമയത്ത് വേദന കൊണ്ട് കരയുന്നത് പോലെ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുവിൻ എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 6 കൂടി എടുക്കുകയാണെങ്കിൽ, കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു എന്ന് സങ്കീർത്തകൻ പറയുന്നത് കാണാൻ പറ്റും. രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയിണ നനഞ്ഞിരിക്കുന്നു എന്നാണ് സങ്കീർത്തകനോട് പറയുക. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് അനുതാപത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയവരാണ്. പ്രാർത്ഥിക്കേണ്ടതുപോലെ ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ നമ്മുടെ ലജ്ജ കൊണ്ട്, നാണം കൊണ്ട്, ദുരഭിമാനം കൊണ്ട് നമ്മൾ ചെയ്യാതിരുന്നായിരിക്കാം. നേരുന്ന പ്രശ്നങ്ങളുണ്ടോ? ഇഷ്ടം പോലെ. പക്ഷേ ഇതുവരെ ഉള്ളൊരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത് ചെയ്തിട്ടുമില്ല. അവിടെയാണ് മാറ്റം വരേണ്ടത്. അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അശുദ്ധനാണ്, ഞാൻ പാപിയാണ്, ഞാൻ അങ്ങിൽ നിന്ന് അകന്നുപോയ വ്യക്തിയാണ്, ഞാൻ അവിശ്വസ്തനാണ്. എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ, എന്നെ വീണ്ടെടുക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ അനുതാപ ഗാനത്തിൽ പങ്കുചേരാം. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ. ഞാനിതാ വിളിക്കുന്നു, യേശുവേ വരേണമേ. ഞാനിതാ വിളിക്കുന്നു, യേശുവേ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഏതെല്ലാം മേഖലയിലാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്? നിനക്ക് വേദനയുണ്ടാക്കുന്ന എൻ്റെ പ്രവൃത്തികൾ ഏതൊക്കെയാണ്? തിരുത്തുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സ്പർശനം നമുക്ക് ലഭിച്ചാൽ പഴയതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ തന്നെ മാറ്റങ്ങൾ വരും. നമ്മുടെ മനോഭാവം മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, ശരിയായ ലക്ഷ്യം നമുക്കുണ്ടാകും. അവിടെ എത്താൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ ശരിയായത് മാത്രമായിരിക്കും. കർത്താവേ, ആ വലിയ ബോധ്യത്തിലേക്ക്
അവിടുന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. നിലവിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ വിളിക്ക് നമുക്ക് ദൈവം ആഹ്വാനം നൽകിയിട്ടുണ്ടെന്നുള്ളതും നമ്മൾ തിരിച്ചറിഞ്ഞു. അല്പസമയം നിശബ്ദതയിൽ ഏതാനും വചനങ്ങൾ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നിലവിളി കേൾക്കാതെ പോകുന്നത് എപ്പോഴാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 തീമോത്തി 2-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. പാപജീവിതം നയിക്കുന്നവർ നിലവിളിച്ചാലും ആ നിലവിളി സ്വർഗത്തിലെത്തണമെന്നില്ല. കർത്താവിൻ്റെ മഹനീയ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഈ നിർദ്ദേശം നമ്മൾ പാലിക്കുന്നവരാണോ? ഇവിടെ ചിന്തയിലും സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ദൈവത്തിന് അനിഷ്ടമായ, മറ്റുള്ളവർക്ക് ദ്രോഹമാകുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? യെശയ്യാ 1:15 മുതൽ വായിക്കുമ്പോൾ, നീ എത്ര വിളിച്ചാലും ഞാൻ നിന്റെ വിളി കേൾക്കില്ല. എൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്, നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, നിന്നെ തന്നെ കഴുകി വൃത്തിയാക്കുക. രക്തപങ്കിലമായ കരങ്ങളോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാലും ആ വിളി സ്വർഗത്തിലെത്തണമെന്നില്ല. മാരകപാപം ചെയ്തിട്ടും വർഷങ്ങളോളം കുമ്പസാരിക്കാതിരിക്കുന്നവർ ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ചാലും ആ വിളി സ്വർഗത്തിലെത്തണമെന്നില്ല. പാപവഴികൾ പരിത്യജിക്കുവാൻ തീരുമാനമെടുക്കാതെ ദൈവത്തോട് നിലവിളിച്ചാലും ആ നിലവിളി ദൈവം കേൾക്കണമെന്നില്ല. കർത്താവേ, പാപത്തിൽ വേരൂന്നി നിന്ന് പലപ്പോഴും ഞാൻ അങ്ങയെ വിളിച്ചിട്ടുണ്ട്. ആ വിളി അവിടുത്തെ സന്നിധിയിൽ എത്താതെ പോയതിൻ്റെ പേരിൽ അസ്വസ്ഥതകളും അതുപോലെ ദേഷ്യവുമൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ മേഖലയിൽ മാറ്റം വരുത്തുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. 1 പത്രോസ് 3-ാം അധ്യായം 12-ാമത്തെ വചനം, കർത്താവിൻ്റെ കണ്ണും കാതും ആരിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീതിമാന്മാരിലേക്ക്, പാപികളിലേക്കല്ല, നീതിമാന്മാരിലേക്ക്. പാപികളിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചു കളയുന്നു എന്നാണ് പറയുക. ദൈവത്തിൻ്റെ കണ്ണും കാതും തിരിഞ്ഞിരിക്കുന്നത് നീതിമാന്മാരിലേക്ക്. ഏതെങ്കിലും അനീതി പ്രവർത്തിക്കുന്നവരാണോ നമ്മൾ? ഏതെങ്കിലും അനീതി ഇനിയും നമ്മൾ ഉപേക്ഷിക്കാത്തവരാണോ? വിളിച്ചാലും ആ വിളി ദൈവസന്നിധിയിൽ എത്തണമെന്നില്ല. ജോബിൻ്റെ പുസ്തകം 35:13 വചനം എടുത്താൽ പൊള്ളയായ നിലവിളിയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ നിലവിളി സ്വർഗത്തിൽ എത്തില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പൊള്ളയായ നിലവിളി. നമ്മുടെ നിലവിളി കഴമ്പുള്ള നിലവിളിയായിരിക്കണം. ഹൃദയത്തെ തട്ടാതെ കുറേ ഒച്ചയും ബഹളവും വെച്ച് പോകുന്നവരാണോ നമ്മൾ? കുറച്ച് ആദരസേവ നടത്തി അതിൽ സന്തോഷിക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ നിലവിളി സ്വർഗത്തിലെത്തണമെന്നില്ല. ചങ്കിൽ നിന്നുയരുന്ന നിലവിളി അത് സ്വർഗത്തിലെത്തും. ഹൃദയത്തെ തട്ടിയുള്ള നിലവിളി അത് സ്വർഗത്തിലെത്തും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 8-9 വചനങ്ങളും ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഹൃദയത്തിൽ നിന്നല്ലാത്ത അധരസേവ, അത് സമയം വേസ്റ്റാക്കാവുന്നേ ഉള്ളൂ, അത് ഫലം അണിഞ്ഞെന്ന് വരില്ല.
ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും ഏറെ ദൂരെയാണ്. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഏതാനും നിമിഷങ്ങൾ നമ്മുടെ അവസ്ഥകളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. തിരുത്തേണ്ടത് തിരുത്തുവാനുള്ള തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആത്മീയ നന്മകളും ഭൗതിക നന്മകളും നമുക്ക് ആവശ്യം പോലെ കർത്താവ് തരും. ആഗ്രഹിച്ച് അവിടുത്തോട് നമ്മളൊന്ന് നിലവിളിച്ചാൽ മാത്രം മതി. ആ നിലവിളി, കരഞ്ഞുള്ള പ്രാർത്ഥന, ഇതാണിപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നും സ്വർഗത്തിലേക്ക് ഉയരേണ്ടത്. കണ്ണീരോടെ ദൈവത്തെ വിളിക്കുക. യേശുവിൻ്റെ നാമം വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം കർത്താവ് നൽകുവാൻ കർത്താവിനോട് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവെ, കാരുണ്യവനായ ദൈവമേ, അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് ഇപ്പോൾ കേൾക്കണമേ. ഇവരെ കേൾക്കാതെ പോകരുത്. ഇവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ പോകരുത്. ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ ശക്തി ഇപ്പോൾ തന്നെ ഈ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിവരെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ, വിശ്വാസ വളർച്ചയിലേക്ക് നയിക്കട്ടെ, സൗഖ്യത്തിലേക്ക് നയിക്കട്ടെ, അഭിഷേകത്തിലേക്ക് നയിക്കട്ടെ. ഇവരുടെ എല്ലാ തടസ്സങ്ങളും അങ്ങെടുത്ത് മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും അഭിഷേകം ചെയ്യുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം, അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം.